എന്തിനാണ് ഉപമകൾ? എന്തിനാണ് ഈശോ ഉപമകൾ വഴി സംസാരിച്ചത്? കൈത്താക്കാലം 4-ാം ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുക ദൈവരാജ്യം നേടിയെടുക്കുവാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നാണ്. ഒന്നാം വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത് വാഗ്ദാന ഭൂമി നേടിയെടുക്കുവാൻ കൽപ്പനകൾ പാലിക്കണമെന്നാണ്. രണ്ടാം വായനയിൽ എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത് പാപം ചെയ്യാതെ ജീവിച്ചാൽ നിത്യജീവൻ ലഭിക്കുമെന്നാണ്. ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, വചനത്തിലൂടെയും കത്തുകളിലൂടെയും പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചാൽ നിങ്ങൾക്ക് ദൈവരാജ്യം ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ഇന്നത്തെ വായനകളെല്ലാം ദൈവരാജ്യത്തെ പറ്റിയുള്ളതാണ്. സുവിശേഷത്തിലെ വയലിൽ നിധി ഒളിപ്പിച്ചു വയ്ക്കുന്നത് യുദ്ധവും കലാപവും നിറഞ്ഞു നിന്നിരുന്ന ഒരു ദേശത്ത് സംഭവിക്കുന്ന കാര്യമാണ്. പണ്ടത്തെ കാലത്ത് ശത്രു പ്രവേശിക്കുമ്പോൾ നിധികൾ അവർക്ക് ലഭിക്കാതിരിക്കുവാനായിട്ട് അവർ അവരുടെ സ്ഥലങ്ങളിൽ നിധികൾ കുഴിച്ചിടും. പലപ്പോഴും ഓടി രക്ഷപ്പെട്ടവർ പലരും തിരിച്ചു വന്നിട്ടില്ല. ഉപമയിലെ മുഖ്യ ആശയം, വയലിൽ ഒരു അമൂല്യ നിധി കണ്ടെത്തിയപ്പോൾ ആ വയൽ സ്വന്തമാക്കാനായി എല്ലാം വിൽക്കുന്ന മനുഷ്യൻ്റെ വിജ്ഞാനവും വിവേകവുമാണ്. ഉപമയുടെ അർത്ഥം, ദൈവരാജ്യം കണ്ടെത്തിയവൻ എന്ത് വില കൊടുത്തും അത് സ്വന്തമാക്കുവാൻ ശ്രമിക്കുമെന്നാണ് നമുക്കിത് പറഞ്ഞു തരിക. ഇത് ശ്രമകരമായ ഒരു കാര്യമാണ്. ധനികനായ യുവാവിനോട് തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് തന്നെ പിൻചെല്ലുവാൻ യേശു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ആ നിധി കണ്ടെത്തുവാൻ കഴിയാതെ പോയത് കൊണ്ടാണ് ആ യുവാവ് തൻ്റെ സമ്പത്തിനോട് ചേർന്ന് നിന്നത്. നല്ല രത്നങ്ങളുടെ ഉപമയിലെ ഉള്ള സന്ദേശം ഇങ്ങനെയാണ്. രത്നങ്ങളെക്കുറിച്ച് വിവരമുള്ള ഒരു വ്യാപാരി നല്ല ഒരു രത്നം കാണുമ്പോൾ എല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു. നിധിയുടെയും രത്നത്തിൻ്റെയും ഉപമകളിൽ നിധിയും രത്നവും കണ്ടെത്തുന്നവരുടെ സന്തോഷവും അത് സ്വന്തമാക്കുവാൻ അവരെടുക്കുന്ന തീരുമാനവും നിർണായകവുമാണ്. മുകളിൽ പറഞ്ഞ ധനവാൻ, അതായത് 19-ാം അധ്യായത്തിലെ ധനവാന്റെ ഉമ്മയിൽ അത്തരമൊരു തീരുമാനത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ സങ്കടത്തോടെയാണ് തിരിച്ചു പോയത്. മൂന്നാമത്തെ ഉപമ വലയെ പറ്റിയാണ്. വലയുടെ ഉപമയിൽ വലയുടെ വലിപ്പത്തെക്കുറിച്ച് സൂചനയുണ്ട്. എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ പ്രാപ്തമാണ്. അത് നിറയുവോളം അത് വെള്ളത്തിൽ കിടക്കുന്നു. അത് കരയ്ക്ക് വലിച്ചു കയറ്റിയ ശേഷം നിർണായകമായ ഒരു തരംതിരിവ്, നല്ലതും ചീത്തയുമായി അവയെ വേർതിരിക്കുന്നു. ലേവ്യരുടെ പുസ്തകം 11-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ ജലജീവികളിൽ ഇസ്രായേൽ ജനത്തിന് ഭക്ഷിക്കാവുന്നതും ഭക്ഷിക്കാൻ പാടില്ലാത്തതുമായവയെ തമ്മിൽ വേർതിരിക്കുന്നുണ്ട്. ചിറകും ചിതമ്പലും ഇല്ലാത്തവയാണ് അവർക്ക് നിത്യമായവ. അവയെ ഭക്ഷിക്കാൻ പാടില്ല. എന്നാൽ ഉപമയിലെ വല മനുഷ്യരെ പിടിക്കുന്ന വലയാണ്. കടലിൽ വല വീശിക്കൊണ്ടിരുന്ന പത്രോസിനോടും അന്ത്രയോസിനോടും യേശു വാഗ്ദാനം ചെയ്തത് ഇതുതന്നെയാണ്, മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നാണ്. ഉപമയിലെ മത്സ്യങ്ങൾ നല്ലവരും ദുഷ്ടരുമായ മനുഷ്യരുടെ പ്രതീകമാണ്. ലേവ്യരുടെ പുസ്തകം 11-ാം അധ്യായത്തിലും നിയമാവർത്തനം 14-ാം അധ്യായത്തിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. കളകളുടെ ഉപമയുമായി വലയുടെ ഉപമയ്ക്ക് വലിയ സദൃശ്യമുണ്ട്. നല്ല മത്സ്യങ്ങളും ചീത്ത മത്സ്യങ്ങളും വലയിൽ ഒരുമിച്ച് കഴിയുന്ന ഒരു സമയമുണ്ട്. അതിൻ്റെ അവസാനം നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കുന്നു. ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിഞ്ഞു കളയുന്നു. യുഗാന്ത്യത്തിലെ ദുഷ്ടനും ശിഷ്ടനും തമ്മിലുള്ള നിർണായകമായ വേർതിരിക്കലിൻ്റെയും ദുഷ്ടൻ്റെ ശിക്ഷയുമാണ് യേശു ഉപമയിലൂടെ വ്യക്തമാക്കുന്നത്. ഇവിടെ ഈശോ
ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളിതെല്ലാം ഗ്രഹിച്ചുവോ എന്ന്. ഉപമയുടെ അർത്ഥം മനസ്സിലായെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അവരും യഹൂദരുടെ നിയമജ്ഞരെ പോലെയായി എന്ന് പറഞ്ഞ് യേശു അവരെ അനുമോദിച്ചു. അതോടൊപ്പം മറ്റൊരു വിലയിരുത്തലും നടത്തുന്നുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന നിയമജ്ഞന് ഒരു നേട്ടമുണ്ട്. പഴയ നിയമം അറിയുന്ന അവന് യേശുവിൽ നിന്ന് ലഭിച്ച പുതിയ അറിവുകൾ കൂടിയാകുമ്പോൾ പുതിയ നിയമവും പഴയ നിയമവും ആവശ്യമനുസരിച്ച് ഉപയോഗിക്കാനാകും എന്നതാണ് നേട്ടം. തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പഴയതും പുതിയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥനാണവൻ. ഇവിടെ യേശു പഴയ നിയമത്തിൻ്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. നിയമത്തെ ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് താൻ വന്നതെന്ന് അവിടുന്ന് പറഞ്ഞത് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ക്രൈസ്തവ ജീവിതത്തിൽ പലപ്പോഴും ക്രൈസ്തവൻ മറന്നുപോകുന്നത് സ്വർഗരാജ്യത്തിന് ആവശ്യമുള്ള ഈ താലന്തുകളെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ, ശുശ്രൂഷ മനോഭാവങ്ങൾ, സൽപ്രവൃത്തികൾ, ദാനധർമ്മം തുടങ്ങിയ ക്രിസ്തീയ മൂല്യങ്ങൾ വഴി സ്വന്തമാക്കാനാണ്. എല്ലാ വാതിലുകളും അടഞ്ഞ ശേഷം മാത്രം ദൈവത്തിൽ ആശ്രയിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ വേണ്ട താലന്തുകൾ നമ്മുടെ കൈകളിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അല്ലാത്ത പക്ഷം വലയിൽ ഉൾപ്പെട്ടാലും വലിച്ചെറിയേണ്ടി വരുന്ന ചീത്ത മത്സ്യമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതം മാറ്റപ്പെടും. അതിനാൽ സ്വർഗരാജ്യമാകുന്ന അമൂല്യരത്നത്തിനു വേണ്ടി നമുക്കും അധ്വാനിക്കാം. അനുദിനം ജീവിത സഹനങ്ങളിലൂടെ സ്വർഗരാജ്യം കൈവരിക്കുന്നതിന് ആവശ്യമായ മൂലധനം നമുക്കും സമ്പാദിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാനുള്ള സൽപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിൽ ഒരു അംഗമായിട്ട് തീരുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.